മഹാഭൂരിപക്ഷവും അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു നാടാണ് ഭാരതം. ആ മഹാഭൂരിപക്ഷത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആണ് ഏറെ ശ്രദ്ധേയം. ഇങ്ങനെയാണെങ്കിലും ഭാരതത്തിലെ സ്ത്രീകൾ ആരാധ്യരാണെന്നും നാരികളെ പൂജിക്കുന്ന രാജ്യമാണ് ഭാരതമെന്നും സ്ത്രീയെ അമ്മയായും ദേവിയായും ആരാധിക്കുന്നു എന്നും ഒക്കെയാണ് സങ്കല്പങ്ങൾ. ഭൂമിയെ ഭൂമി ദേവിയായി പറയാറുണ്ട്, കടലിനെ കടലമ്മ എന്ന് പറയാറുണ്ട്, വിദ്യയെ സരസ്വതി ദേവിയായും ധനത്തെ ലക്ഷ്മി ദേവിയായും പറഞ്ഞു വരുന്നു. പക്ഷേ സ്ത്രീയുടെ അവസ്ഥ അങ്ങനെയാണോ? എത്ര നാര്യസ്തു പൂജ്യന്തേ തത്രേ രമന്തേ ദേവത. എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ രമിക്കുന്നു, സുഖിക്കുന്നു, സന്തോഷിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്ത്രീകൾ അങ്ങനെ പൂജിക്കപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? പിതാ രക്ഷതി കൗമാരേ ഭർത്തോ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇത് മനുസ്മൃതിയിലെ ഒരു വചനമാണ്. കുട്ടിക്കാലത്ത് സ്ത്രീയെ പിതാവ് സംരക്ഷിക്കും, യൗവനത്തിൽ ഭർത്താവ് കാര്യങ്ങൾ നോക്കും, വാർദ്ധക്യത്തിൽ പുത്രൻ സ്ത്രീയുടെ കാര്യങ്ങൾ നോക്കും. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ഇതൊരു ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതിങ്ങനെ പറഞ്ഞ് ഒരു പ്രതീകം, ഒരു ആശയ നിർമ്മിതി നടത്തി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ആണെങ്കിൽ തന്നെ സ്ത്രീക്ക് വിദ്യ നിഷേധിച്ചിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. സതിയെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സതി ബംഗാളിലും വടക്കേ ഇന്ത്യയിലുമൊക്കെ ഭർത്താവ് മരിച്ചാൽ, ഇത് ബ്രാഹ്മണരുടെ ഇടയിലാണ്, മറ്റുള്ളവരുടെ ഇടയിലില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണം. ഇല്ലെങ്കിൽ അവളെ പിടിച്ചു കൊണ്ട് ചെന്ന് ചിതയിലിടുന്നതും ആ കുട്ടി ഇറങ്ങി ഓടുന്നതും മുള കൊണ്ട് കുത്തി അവളെ തീയിലേക്ക് ഇടുന്നതുമൊക്കെ ആ രംഗങ്ങളൊക്കെ കണ്ടതായി പല വിദേശ സഞ്ചാരികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു സ്ത്രീകളോട് നമ്മുടെ രാജ്യം കാണിച്ചിരുന്നത്. അതുപോലെ വിധവാ വിവാഹത്തിൻ്റെ ഒരു കാര്യമെടുക്കാം. ഈ നമ്പൂതിരി സമുദായത്തിനിടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കുടുംബത്തിലെ മൂത്ത പുത്രൻ മാത്രം ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിക്കുക. അയാളെ മൂസാമ്പൂരി എന്ന് പറയും. ഇളയന്മാർ, അനുജന്മാർ, അഭൻ നമ്പൂതിരിമാർ. അവർ അച്ചു വീടുകളിൽ, ജോലിക്കാരുടെ, പരിചാരകരുടെ വീടുകളിൽ, അമ്പലവാസികളുടെ വീടുകളിൽ, നായന്മാരുടെ വീടുകളിൽ ഒക്കെ പോയി സംബന്ധം കൂടിക്കൊള്ളണം. അവിടുത്തെ പെണ്ണിനെ ഭാര്യയായി വീട്ടിലേക്ക് കൊണ്ടുവരില്ല, മക്കൾക്ക് അതിൽ ഒരു അവകാശവുമില്ല. ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ബ്രാഹ്മൺ സ്ത്രീയെ ഒരു വീട്ടിൽ 7-8 പെൺകുട്ടികളുണ്ടെങ്കിൽ, 5-6 ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയെ മൂസാമ്പൂരി കല്യാണം കഴിക്കും. ബാക്കി പെൺകുട്ടികൾ പലരും 70 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മൂസാമ്പൂരിക്ക് 70-ാമത്തെ വയസ്സിൽ 5-ാമത്തെയും 6-ാമത്തെയും വേളിയായി 10 വയസ്സുകാരിക്കും 12 വയസ്സുകാരിക്കും കല്യാണം കഴിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരവസരം ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് ചെന്ന് 10 ദിവസം കഴിയുമ്പോഴേക്കും മൂസാമ്പൂരി വീണ് ചാവും. പിന്നെ ഈ കുട്ടി തലമുണ്ടനം ചെയ്ത് പുറത്തിറങ്ങാൻ കഴിയാതെ, വെള്ളവസ്ത്രമെടുത്ത് സദ്യ ഉണ്ണാൻ പോലും കഴിയാതെ, ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥ മാറിയെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ 1977 ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി പുറത്തു വരുന്നത്. വളരെ മനോഹരമായ ഒരു നോവലാണ്. അതിലെ നായിക ദേവകി മാനമ്പള്ളിയാണ്. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ഇക്കാലത്തും ഈ 1977 സ്വന്തം കുടുംബത്തിൽ നിലനിൽപ്പില്ല, അസ്തിത്വമില്ല എന്ന് തെളിയിക്കുന്നതാണ് ആ കൃതി. നോക്കുക, ബ്രാഹ്മണ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അവസ്ഥകൾ. വി.ടി. ഭട്ടതിരിപ്പാട് 1930 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതി. അതുപോലെ തന്നെ പ്രേംജി
MB ഭട്ടതിരിപ്പാടിനെയാണ് പ്രേംജി എന്ന് പറയുന്നത്. പ്രേംജിയുടെ മുഖം നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. പിറവി എന്ന സിനിമയിലെ ആ അച്ഛൻ്റെ റോളെടുത്ത ആളാണ് പ്രേംജി. അദ്ദേഹത്തിൻ്റെ ഋതുമതി എന്ന നാടകം, ഈ 2 നാടകങ്ങളും മലബാറിലാകെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ ഒക്കെ സ്ത്രീകൾ, അന്തർജനങ്ങൾ, ബ്രാഹ്മണ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് അത് ആ കൃതികളിലൊക്കെ ചർച്ച ചെയ്തത്. വിധവകളുടെ വിവാഹം, വിധവകളെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു ബ്രാഹ്മണരുടെ ഇടയിൽ. എന്നാൽ പ്രേംജി വിധവയെയാണ് വിവാഹം കഴിച്ചത്. ഇത് ബ്രാഹ്മണരുടെ ഇടയിലൊക്കെ ഈ അനീതി അല്ലെങ്കിൽ ഈ സ്ത്രീക്കുള്ള സമത്വമില്ലാത്ത ഒരവസ്ഥ വരാൻ പ്രധാനമായ കാരണമായി വന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതി സ്ത്രീകൾക്ക് നൽകിയിരുന്ന ചില സ്ഥാനങ്ങൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, മനുസ്മൃതിയിൽ പറയുന്നൊരു കാര്യമാണ്, ഭർത്താവിനോടൊപ്പമോ ഭർത്താവ് ഊണ് കഴിക്കുന്നതിന് മുമ്പോ ഭാര്യ ഊണ് കഴിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ എച്ചിലിലയിൽ ഭാര്യ ഭക്ഷണം കഴിക്കണം. ആർത്തവ സമയങ്ങളിൽ വീട്ടിൽ തൊട്ടുകൂടാ, വീട് തൊട്ടുകൂടാ. അതെന്താ അവസ്ഥയാണ്? വീട് തൊട്ട് അശുദ്ധമാക്കരുത്, പുറത്തിറങ്ങി ഇരിക്കണം. അന്നേരം ആർത്തവ സമയത്ത് പൂ ചൂടിയാൽ എന്നെങ്കിലും അവൾ പ്രസവിക്കുന്ന കുട്ടിയായാലും ആ കുട്ടിക്ക് കഷണ്ടി വരും. തേച്ച് കുളിച്ചാൽ കുട്ടിക്ക് വൈകൃതം വരും. പല്ല് തേച്ചാൽ കുട്ടി കോന്ത്രപ്പല്ല് ഉള്ളവനായി വരും. ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥകളുണ്ടായിരുന്നു. നടന്നാൽ കുട്ടി മുടന്തനാകും. പിന്നെ ഇണപ്പുടവ ഉടുത്താൽ പിറക്കാനിരിക്കുന്ന കുട്ടിക്ക് കുഷ്ഠം വരും. ഇത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് വിശ്വാസങ്ങളും ധാരണകളും ഈ സ്ത്രീകളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ചാണ് സ്ത്രീകളെ ഈ തരത്തിലാക്കിയത്. ഇപ്പം പിന്നെ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ദേവകി നിലയങ്കോട്, ആര്യപ്പള്ളം, ലളിതാംബിക അന്തർജനം തുടങ്ങിയ ബ്രാഹ്മണ സ്ത്രീകൾ തന്നെ ധാരാളം പേർ മുമ്പോട്ട് വരികയും ഒരുപാട് പ്രക്ഷോഭണങ്ങളും അവരുടെ എഴുത്തുകളും ക്ലാസ്സുകളും ഒക്കെ കൊണ്ട് കുറേ പരിവർത്തനങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു മാറ്റം വന്നത് വിദ്യാഭ്യാസ രംഗത്താണ്. ലണ്ടൻ മിഷൻ ചർച്ച് മിഷൻകാരും ക്രിസ്തുമതത്തിലെ 2 വിഭാഗക്കാർ, അവർ 2 പേരുമാണ് ഈ പാവങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചവർ. അവർ നെയ്യാറ്റിൻകരയ്ക്ക് തെക്കോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പള്ളിക്കൂടങ്ങൾ തുടങ്ങി. ആ പള്ളിക്കൂടങ്ങളിൽ സ്ത്രീകൾ പോയി പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് സർക്കാർ ചില പള്ളിക്കൂടങ്ങളൊക്കെ ആരംഭിച്ചത്. സ്ത്രീകൾ ഇങ്ങനെ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചു തുടങ്ങിയാൽ അതറിഞ്ഞപ്പോൾ പല ബ്രാഹ്മണ സ്ത്രീകൾക്ക്, നായർ സ്ത്രീകൾക്ക് സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ വന്നാൽ ഇവർക്ക് വിദ്യാഭ്യാസം നേടിയാൽ വരാവുന്ന അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ സമുദായത്തിൻ്റെ, ബ്രാഹ്മണ സമുദായത്തിൻ്റെ, നായർ സമുദായത്തിൻ്റെ മേലേ തട്ടിൽ നിൽക്കുന്നവരും രാജാവുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്നവരും സ്ത്രീകളെ നിയന്ത്രിച്ച് നിർത്താനുള്ള പദ്ധതി എന്ന നിലയിൽ ഒരു പാഠപുസ്തകം ഉണ്ടാക്കാൻ തയ്യാറായി. ചെങ്കോട്ട ഡി രാമയ്യർ എന്നും എൻ ശിവരാമപിള്ള എന്നും പറയുന്ന 2 പേരെ ചേർത്ത് ഒരു പാഠപുസ്തക കമ്മിറ്റി ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അവർ 2 പേരും കൂടി ചേർന്ന് സ്ത്രീ വിദ്യാ ഗൃഹപാഠ പദ്ധതി എന്നൊരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകം അച്ചടിച്ചു. അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് സ്ത്രീകളെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എന്തെല്ലാം അനുഭവിച്ചെന്നൊന്ന് ആലോചിച്ച് നോക്ക്. സ്ത്രീകളിൽ നിന്ന് മുലക്കരം വാങ്ങിച്ച നാടാണിത്. മുലച്ചിപ്പറമ്പിൽ മുലക്കരം പിരിക്കാൻ വന്ന അയാളുടെ മുഖത്തേക്ക് മുല എറിഞ്ഞു കൊടുത്തിട്ട് വീണ് മരിച്ച ഒരു പെണ്ണിൻ്റെ കഥകളിലും നോവലുകളിലും മാത്രമല്ല, യഥാർത്ഥത്തിൽ അങ്ങനൊരു കഥ സംഭവിച്ചതാണ്. അതുപോലെ തന്നെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന പോരാട്ടങ്ങൾ. സ്ത്രീകൾ മതം മാറി ക്രിസ്തുമതത്തിൽ, നാടാർ സ്ത്രീകളും ഈഴവ സ്ത്രീകളും ഒക്കെ പലരും ക്രിസ്തുമതത്തിൽ ചേർന്നു. അവരിങ്ങനെ തുറന്ന മാറുമായി പള്ളിയിൽ ചെന്നപ്പോൾ വിദേശ കന്യാസ്ത്രീകൾ പറഞ്ഞു, നിങ്ങൾ മാറുമറയ്ക്കണം, നിങ്ങൾക്ക് ഞങ്ങൾ റൗക്ക വാങ്ങിത്തരാം. അവരാണ് റൗക്ക ഉടുപ്പൊക്കെ കൊടുത്തത്. ഈ ഉടുപ്പിട്ടുകൊണ്ട് റോഡിൽ നടന്ന സ്ത്രീകളെ ആ നായന്മാർ ആക്രമിച്ചത് ആണ് ചാന്നാർ ലഹള ആരംഭിക്കാൻ ആരംഭം. ലഹള ഉണ്ടാക്കിയത് ഇവിടുത്തെ നായർ പോലീസും നായന്മാരും ചേർന്നാണെങ്കിലും അന്നത്തെ ചരിത്രകാരന്മാർ അതിന് പേരിട്ടത് ചാന്നാർ ലഹള എന്നാണ്. 30 വർഷം നീണ്ടു നിന്നു ആ സമരം. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെടും എന്നായപ്പോഴാണ് ഇവർക്ക് മാറുമറയ്ക്കാനും വഴി നടക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം കിട്ടിയത്. അച്ചിപ്പുടവയുടെ കാര്യവും അതുപോലെയാണ്. അച്ചിപ്പുടവ എന്ന് പറഞ്ഞാൽ, അച്ചി എന്ന് പറഞ്ഞാൽ നായർ സ്ത്രീ. അച്ചിപ്പുടവ നായർ സ്ത്രീകൾ പണ്ടുകൊടുത്തിരുന്ന പുടവ, കാലിൻ്റെ കണ്ണ് വരെ എത്തുന്ന മുണ്ട്.
ഈഴവ സ്ത്രീകൾക്ക് നെയ്യുന്നത് ഈഴവ സ്ത്രീകളാണെങ്കിൽ അവർക്ക് മുട്ടിന് താഴെ എത്തുന്ന മുണ്ട് ഉടുത്തുകൂടായിരുന്നു. അങ്ങനെ മുട്ടിന് താഴെ എത്തുന്ന മുണ്ടുടുക്കാനുള്ള മുണ്ടെടുത്ത് പോയ പെണ്ണിൻ്റെ മുണ്ടഴിച്ചെടുത്തതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപങ്ങളും അതാണ് ഈ അച്ചപ്പുടവ സമരം. ഇങ്ങനെ തുണിയുടുക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു 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 രാജ്യം. അത് മാത്രമല്ല, ശരീര അവയവങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ പെണ്ണിൻ്റെയും ആവശ്യമാണ്. അതിന് വരെ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു. അഞ്ചുതെങ്ങ് കോട്ടയിൽ ഒരു സംഭവം ഉണ്ടായി. പണ്ട് ആറ്റുകൾ റാണി അഞ്ചുതെങ്ങ് കോട്ടയിൽ സന്ദർശിച്ച സമയത്ത് ഒരു വിദേശ വനിതയോടൊപ്പം മലബാറിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, അവർ ബ്ലൗസ് ധരിച്ചിരുന്നു. ഈ വിദേശ വനിതയാണ് ആറ്റുകൾ റാണിയെ കാണാൻ വന്നത്. അവരുടെ കൂടെ കഴിഞ്ഞിരുന്ന ഈ മലബാറിൽ നിന്ന് വന്ന സ്ത്രീയെ റാണിയുടെ അനുവാദം പോലും വാങ്ങാതെ റാണിയുടെ നായർ പട്ടാളം ഈ സ്ത്രീയുടെ മുലകൾ അരിഞ്ഞു കളഞ്ഞു റാണിയുടെ മുമ്പിൽ വെച്ച്. ആറ്റിങ്ങൽ നടന്ന സംഭവങ്ങളാണ്, അഞ്ചുതെങ്ങിൽ നടന്ന സംഭവങ്ങളാണ്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ചില കാര്യങ്ങൾ കാണിപ്പയ്യൂർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവിടെ നടന്നൊരു സംഭവം, അന്ന് കൊടുങ്ങല്ലൂർ കോവിലകത്തെ തൃപ്പൂണിത്തുറ കോവിലകത്തെയോ മറ്റോ ഒരു അമ്മ റാണിയോ ആരോ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ധനികയായ നായർ യുവതി ബ്ലൗസ് ധരിച്ചെത്തി. നായന്മാർ അവളുടെ ബ്ലൗസ് വലിച്ചു കയറിയെന്ന് മാത്രമല്ല, അവൾക്ക് കഴിയുന്നത്ര അവളുടെ മാറിൽ ക്ഷതമേൽപ്പിക്കുകയും കൂടി ചെയ്തു. കാണിപ്പയ്യൂർ പറഞ്ഞത്, ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന സ്ത്രീകളെ അവിടെ കാവൽ നിൽക്കുന്ന നായന്മാർ തടഞ്ഞു നിർത്തും. എന്നിട്ട് അവരെ ബ്ലൗസ് അഴിപ്പിക്കും. ചിലർ മടങ്ങിപ്പോകും, ചിലർ പാത്തും പതുങ്ങിയിൽ നിന്ന് ബ്ലൗസ് അഴിച്ച് നാണിച്ച് കയറിപ്പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് കാണിപ്പയ്യൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് സ്ത്രീകളുടെ ഉടുപ്പഴിപ്പിച്ചവർ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നിന്ന് പുരുഷന്മാരുടെ ഉടുപ്പഴിപ്പിക്കുന്നു. ഇത്ര മാറ്റമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ സ്ത്രീകൾ അനുഭവിച്ച ദുരിതത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ 47 കൊടുങ്ങല്ലൂർ കോവിലകത്തൊരു സംഭവം ഉണ്ടായി. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പോലെയല്ല. കൊടുങ്ങല്ലൂർ കോവിലകത്തെ സ്ത്രീകൾക്ക് അന്നും ബ്ലൗസ് ധരിക്കാൻ അവകാശമില്ലായിരുന്നു. അവിടുത്തെ കൊച്ചു തമ്പുരാട്ടിമാർ ഒരു യോഗം ചേർന്നു. കോവിലകത്തെ കൊച്ചു തമ്പുരാട്ടിമാരെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ 100 പേര് വരും. അവർ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്ത്, നമുക്ക് ബ്ലൗസ് ധരിക്കണം, ഉടുപ്പ് ധരിക്കണം, എതിർക്കാൻ വരുന്നവരെ ഒന്നിച്ച് നേരിടണം. അവരൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി അന്നത്തെ കാരണവർ ആയ കൊടുങ്ങല്ലൂർ കോവിലകത്തെ അന്നത്തെ കാരണവരുടെ പേര് കൊച്ചുണ്ണി തമ്പുരാൻ, വലിയ കാരണവരാണ്, പക്ഷേ പേര് കൊച്ചുണ്ണി തമ്പുരാൻ. അദ്ദേഹത്തിനടുത്ത് നിവേദനം കൊടുത്തു. അദ്ദേഹം ആ നിവേദനം അംഗീകരിച്ചു. അങ്ങനെയാണ് കൊട്ടാരത്തിലെ കോവിലകത്തെ സ്ത്രീകൾക്ക് പോലും ബ്ലൗസ് ധരിക്കാൻ അവകാശം കിട്ടിയത്. 1860 തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ഉണ്ടാകുന്നത്. റോഡുണ്ടായത് അതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇവിടെ റോഡില്ല. ഈ റോഡ് വെട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളുടെ ആവശ്യം വന്നു. ആ ജോലിക്ക് ചെല്ലുന്നവർക്ക് കൂലിയായി, അതിനു മുമ്പ് നെല്ലാണ് കെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ PWD വർക്ക് വന്നപ്പോൾ, പൊതുമരാമത്ത് വർക്ക് വന്നപ്പോൾ ജോലിക്കാർക്ക് കൂലിയായി നാണയം കൊടുത്തു തുടങ്ങി. അതറിഞ്ഞപ്പോൾ ഈഴവരും പുലയരും നായന്മാരും, ഈഴവ സ്ത്രീകളും പുലയ സ്ത്രീകളും പിന്നെ നായന്മാരുമൊക്കെ ജോലിക്ക് ചെന്നവരോട് മൺട്രോ പ്രഭു പറഞ്ഞു, മറച്ചുകൊണ്ട് വരണം, ബ്ലൗസ് ധരിച്ചുകൊണ്ട് വരണം, എങ്കിലേ ഇവിടെ ജോലി തരുമെന്ന് പറഞ്ഞു. അത് മുതലാണ് സാർവത്രികമായി സ്ത്രീകൾ മറയ്ക്കാൻ തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ എന്തൊരു നാരീ പൂജ, ഇതിൽ കൂടുതൽ എന്തൊരു സ്ഥാനം കിട്ടണം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്, അല്ലേ?